ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലേ കൊണ്ട് ഒരു ഡ്രിങ്ക് ഡിഷും ഒരു ക്യാൻഡിൽ സ്റ്റാൻഡും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ക്ലേയിൽ പൗഡറും കൂടി യൂസ് ചെയ്തിട്ടാണ് നോക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. എനിക്കാരും കമൻറ്റൊന്നും അയച്ചില്ല. ബട്ട് ഞാൻ ഇതിനെക്കുറിച്ച് നോക്കിയപ്പോൾ കണ്ട ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ കുറച്ച് പൗഡർ യൂസ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വെച്ചു. ആക്ച്വലി അത് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പൗഡർ യൂസ് ചെയ്യുമ്പം ആ മോയ്സ്ചർ കണ്ടൻറ്റിൻ്റെ അളവ് കുറയുന്നുണ്ട്. സോ അപ്പം ഞാനിവിടെ 2 കമ്പൊക്കെ വെച്ചിട്ട് ഒരേ ലെവലിലാകാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ പരത്തുന്നത്. കമ്പ് വെച്ച് കഴിയുമ്പം എല്ലാ സൈഡും ഒരേപോലെ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ക്ലേ എടുത്ത് ഞാൻ നല്ല രീതിയിൽ പരത്തി എടുക്കുന്നുണ്ട്. ഞാനപ്പോൾ ഇവിടെ സ്ക്വയർ ഷേപ്പിലാണ് ചെയ്യുന്നത്. അപ്പം 4 സൈഡും ഈക്വൽ രീതിയിൽ തന്നെ അളവെടുത്ത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ക്ലേ വെച്ചിട്ട് ബോർഡർ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പൈപ്പായിട്ട് റോൾ ചെയ്ത് സൈഡിലൊട്ടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 4 എഡ്ജിലും ഓരോ കുഞ്ഞു കുഞ്ഞു ബോൾസും കൂടെ വെച്ച് ഹൈലൈറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 4 സൈഡിലും ഞാൻ പൈപ്പിങ് വെച്ചു. നടുക്കത്ത് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് നോക്കി. പിന്നീട് 4 ബോൾസ് കൂടി ഓരോ കോർണറിൽ വീതം വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് ഡ്രൈ ആക്കാൻ വേണ്ടി 1 ഡേ വെച്ചു.
ഇപ്പം ബാക്കിയുള്ള ക്ലേ വെച്ചിട്ട് ഞാൻ എന്താ സർക്കിൾ ഷേപ്പിലൊരു ക്യാൻഡിൽ സ്റ്റാൻഡ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്ലേ എല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ ഞാൻ കളർ ചെയ്യാൻ എടുത്തതാണ്. അപ്പോൾ ഇതിൽ ചെറിയൊരു ബ്രേക്കേജ് വന്നിട്ടുണ്ട്. അത് ലാസ്റ്റ് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് ഇതിൽ കളർ ചെയ്യുവാണ്. കളർ ചെയ്ത് ഉണങ്ങി കഴിഞ്ഞിട്ട് അവിടെ ആ ബ്രേക്കേജിൽ എന്തെങ്കിലും ഡിസൈൻ ചെയ്യാം എന്നുള്ളൊരു ഇതിലാണ്. അപ്പം ഞാൻ ട്രിങ്കറ്റിന് ബ്രൗൺ ഷെയ്ഡാണ് കൊടുത്തത്. ക്യാൻഡിൽ സ്റ്റാൻഡിന് ഒരു ക്രീം കളറാണ് കൊടുക്കുന്നത്. ഇത് ലോങ് ക്യാൻഡിൽ വെക്കാനും കൊള്ളാം, അതല്ലാതെ നമ്മുടെ ഇപ്പോൾ കുഞ്ഞു ക്യാൻഡിൽസും കിട്ടുമല്ലോ, അത് ചെയ്യാനും കൊള്ളാം. ലാസ്റ്റ് ഞാൻ എന്തായാലും വീഡിയോയുടെ എൻഡിൽ ക്യാൻഡിൽ വെച്ച് കാണിക്കാൻ നോക്കിയിട്ട് ക്യാൻഡിലൊന്നും കണ്ടില്ല. സോ ഞാനതിൽ വേറെ കുറച്ച് ഐഡിയാസാണ് ലാസ്റ്റ് എൻഡിൽ കാണിക്കുന്നത്. എന്തായാലും കളർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് ഇതാണ്. ട്രിങ്കറ്റിൽ ഞാൻ ഉണ്ടാക്കുന്ന മാലകളൊക്കെ വെക്കാനും അല്ലെങ്കിൽ ഇതേപോലെ ബീഡ്സൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ബീഡ്സ് വെക്കാനൊക്കെ യൂസ് ചെയ്യാം. മഷ്റൂമാണ് ഞാൻ ക്യാൻഡിൽ സ്റ്റാൻഡിൽ തൽക്കാലം വെച്ചത്.